നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ജീവിച്ചിരിക്കുന്ന രണ്ട് യുവജന നേതാക്കന്മാർക്കെതിരെ രണ്ട് രീതിയിലുള്ള പീഡനങ്ങളും ഗർഭകഥകളും പുറത്തു വന്നിരുന്നു. ഒരാളിനെ പിടിച്ച് അകത്തിട്ടു. അയാളുടെ പേരിൽ മൂന്നാമതൊരു കേസിൽ നിയമവിരുദ്ധമായ അറസ്റ്റാണ് ഉണ്ടായതെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാളെ സ്നേഹിക്കുന്നവർ പറയുന്നത് അത് സത്യമാണെന്നാണ് നിയമം അനുസരിച്ചും നിയമം അറിയാവുന്നവരും പറയുന്നത്. മറ്റൊരാൾ റാന്നിക്കാരനാണ്. അയാൾക്ക് ഈ പരിപാടി വർഷങ്ങളായിട്ട് ഈ പരിപാടിയുള്ള ആളായിരുന്നു. വളരെ ചെറുപ്പത്തിലെ സഖാവായിരിക്കുന്ന സമയത്ത് തന്നെ ഈ പണിയൊക്കെ തുടങ്ങിയ ആളാണെന്നും അതുകൊണ്ടാണ് ഈ 32 വയസ്സുള്ള തന്നെക്കാൾ 5 വയസ്സിന് മൂപ്പുള്ള ആളായാൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട SIT പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർ ഈ തൻ്റെ ലൈംഗിക ഇംഗിതത്തിന് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. അതേ രീതിയിൽ ലൈംഗിക ഇംഗിതത്തിന് ഉപയോഗിച്ചു എന്ന് മാത്രമേ അവിടെ വസ്തുതയുള്ളൂ എങ്കിൽ ഇവിടെ നമ്മുടെ മുൻപിൽ തന്നെ 5 വയസ്സിൽ മൂത്ത ഒരാളിൻ്റെ പരാതിയാണുള്ളത്. മറ്റു പലർക്കും പരാതി പറയാൻ പറ്റില്ല എന്നാണ് റാന്നിയിൽ നിന്ന് ചില സുഹൃത്തുക്കൾ തരുന്ന പൂരം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പത്തനംതിട്ട DCയുടെ സെക്രട്ടറി രാജു അബ്രാഹിമിൻ്റെയും സംസ്ഥാനത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും മന്ത്രിയായ വീണ ജോർജിനെയും നമ്മൾ ഓർക്കേണ്ടത്. കൂടാതെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിനെ പറ്റിയോ റാന്നിയിലെ പീഡനത്തെപ്പറ്റിയോ പൊട്ടിപ്പോയ കപ്പിനെക്കുറിച്ചോ ഒന്നും ഇദ്ദേഹം മിണ്ടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി എഴുതിയത് മൂന്നും ഒരാളാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരാളായതുകൊണ്ട് മാത്രമല്ല, രണ്ടാമത്തെ പരാതിക്കാരിയുടെ ഇടയിൽ നിന്ന് മേടിച്ച പരാതി തന്നെ ആരോ എവിടെയോ ഇരുന്നെഴുതി മെയിൽ ചെയ്തതാണെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. കാരണം ആ ഒരു കാരണം കൊണ്ടാണ് മോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ യുവതിയുടെ അമ്മ രാഹുലിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതെന്നാണ് പുറത്തു വരുന്ന മറ്റൊരു കാര്യം. പത്തനംതിട്ട ജില്ലയുടെ കളക്ടറും SP ഒക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഈ പറഞ്ഞ അലനെതിരെയുള്ള പരാതി റാന്നി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയും പിന്നീട് അത് പ്രശ്നമാവുകയും അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ വാർത്തയാവുകയും പിന്നെ കേസാവുകയൊക്കെ ചെയ്തു. അത് ഏകദേശം പാർട്ടി ഇലക്ഷൻ വരെ ഒതുക്കി തീർത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. അതല്ല എങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് ഒരു PIT പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീം പത്തനംതിട്ടയിൽ ഇന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പം അയ്യപ്പന് വേണ്ടി ഒരു പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആദ്യം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ നവീൻ ബാബുവിന് വേണ്ടി പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു. ഈ പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമുകളൊക്കെ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ആ കൂട്ടത്തിൽ അലൻ ജോർജിന് വേണ്ടിയും ഒരു പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീം വേണ്ടിയിരുന്നു. അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം അത് പ്രഖ്യാപിച്ചില്ല. ഒപ്പിടാത്ത പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാനുള്ള കാരണം പരാതികൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലീഗൽ അഡ്വൈസറെ തയ്യാറാക്കിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പരാതികൾക്കെല്ലാം ഒരേ രീതിയാണുള്ളത്. പഴയ മാത്യു മറ്റത്തിൻ്റെയോ ബാറ്റൻ ബോസിൻ്റെയോ അല്ലെങ്കിൽ കോട്ടയം പുഷ്പനാഥിൻ്റെയോ ഒക്കെ നോവലുകൾ വായിക്കുന്ന സുഖമാണ് ആ പരാതികൾക്കുണ്ടായിരുന്നത്. അതിനും അപ്പുറമാണ്. അല്ലെങ്കിൽ അതിനപ്പുറമുണ്ടായിരുന്ന ചില മഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനുള്ള സുഖമാണ് ആ പരാതികൾക്കുള്ളത്. അതേ ചിന്താഗതിയുള്ള ഒരാൾക്ക് മാത്രമേ അത്ര ഒരു പരാതി എഴുതാൻ പറ്റൂ. ലോകത്തൊരു പെണ്ണിനും അങ്ങനെ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഴുതിയിരിക്കുന്ന പരാതി പോലും എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ രണ്ടാമത്തെ പരാതിക്കാരിയുടെ അമ്മ വരാനുണ്ടായ കാരണം ഇപ്പോൾ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ആ പരാതി അവരെ കൊണ്ട് ഇടിച്ച് പിഴിഞ്ഞ് ഇറക്കിച്ചാണെന്നുള്ളത്. ആ പരാതി അയച്ചതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന മാനസിക വ്യഥ വളരെ വലുതാണെന്നാണ് രഹസ്യമായി ലഭിക്കുന്ന സൂചന. പിന്നെ 1ഉം 3ഉം ആൾക്കാർ രണ്ടുപേരും വിവാഹിതരായതുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് പ്രശ്നമല്ലാത്തതുകൊണ്ട് അന്തരീക്ഷം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തെ പരാതിക്കാരി വിടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പരാതിക്കാരി SIT എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ അഫിഡവിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ റാന്നി ബലാത്സംഗം, അതായത് ആ സ്ത്രീ പറയുന്നത് ഏറ്റവും ആദ്യം തൊട്ട് അവസാനം വരെയും തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് അവരുടെ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ ഒരിക്കലും ശാരീരികമായി മനസ്സുകൊണ്ട് അവന് വേണ്ടി വഴങ്ങി കൊടുത്തിട്ടില്ല എന്ന് പരാതിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരാതിക്കാരി അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരാതി എഴുതി കൊടുത്ത ആ പരാതിക്കാരനായിരുന്നു ആ പരാതി എഴുതി കൊടുത്തിരുന്നെങ്കിൽ കുറേ കൂടി ബലമായിരുന്നേനെ. കാരണം ഒന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞ ആ അതേ കാര്യം തന്നെ, ഗുളിക കഴിപ്പിക്കുന്നു, ഗർഭം പോകുന്നു, ആ ഗർഭം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത്. മൂന്നാമത്തെ പരാതിയിൽ വന്നപ്പോൾ ഗർഭം പോയി ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീടാണ് ഈ പരാതി ചെയ്തുകൊണ്ട് തലയിൽ ആളുതാമസമില്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെപ്പറ്റി രാഹുലിനെതിരെ കോഴിയും താറാവിനെയും കൊണ്ടൊക്കെ സമരം ചെയ്യുകയും രാഹുലിനെ ചീമൊട്ടേറുകയൊക്കെ ചെയ്ത അലനെതിരെ നടപടിയെടുക്കുവാൻ CPM ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPM പാർട്ടിയിൽ നിന്ന് വിട്ടെങ്കിലും
പാർട്ടിക്കാരനല്ലാത്ത ഒരുത്തനെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, പത്തനംതിട്ടയിലെ പോലീസുകാരൻ ചോദിച്ചാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. FIR എടുത്തു, മജിസ്ട്രേറ്റിൻ്റെ മൊഴിയെടുത്തു, 164 മൊഴിയെടുത്തു. അതിനപ്പുറം ഇനി ആ യുവതി മരിച്ചു പോയാൽ പോലും ഇവർക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമോ അവർക്കെതിരെയുള്ള പാർട്ടിക്കാരുടെ ആരും അല്ലാത്തതുകൊണ്ടും ഈ കാര്യം ഇങ്ങനെ പോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഈ ഇലക്ഷൻ ടൈമിലെങ്കിലും സത്യം പറയുവാനും സത്യം പ്രവർത്തിക്കാനും അങ്ങ് കഴിയണം. സത്യമേവ ജയതേ എന്ന് 100 പ്രാവശ്യം അങ്ങ് എഴുന്നേൽക്കുമ്പോൾ പറയുന്നത് നല്ലതായിരിക്കും. ഒപ്പം ഇതിനകത്തും കൂടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കണം. കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങയുടെ ആവശ്യം പോലും ഉണ്ടല്ലോ. നല്ലപോലെ ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരും റൂട്ട് മാപ്പ് വരയ്ക്കാനും അർദ്ധരാത്രിയിൽ വളഞ്ഞു പിടിക്കാനും പിന്നെ ഒളിച്ചിരുന്നിട്ട് കൂടെയുള്ള ആൾക്കാർ പോയി കഴിയുന്ന സമയത്ത് അനധികൃതമായി കിഡ്നാപ്പ് ചെയ്യാനും ഒക്കെ അറിയാവുന്ന ധാരാളം പോലീസുകാരുള്ള സ്ഥിതിക്ക് അങ്ങ് ഇതിനകത്തുകൂടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറേഞ്ച് ചെയ്യണം എന്നേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങത് പത്തനംതിട്ടയിൽ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഞങ്ങളെല്ലാം നിരാശപ്പെടുത്തി എന്നുള്ളതാണ് മറ്റു സത്യം. പിന്നെ അലൻ എവിടെയെന്ന് ചോദിക്കേണ്ട 2 പേരോടാണ്. ഒന്ന് രാജു അബ്രഹാം, മറ്റ് വീണ ജോർജിനോടും. വീണ ജോർജിനോട് കൃത്യമായി ചോദിക്കണം. സംസ്ഥാനത്തിൻ്റെ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കാപ്പ കേസിൽ പ്രതികളാണെന്ന് അറിയുന്നവരെ സ്വന്തം പാർട്ടിയിലേക്ക് പതാകയും അവർക്ക് അംഗത്വവും കൊടുത്ത് സ്വീകരിച്ച കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളിൽ ഏറ്റവും പ്രമുഖയായ വ്യക്തിയാണ് വീണ ജോർജ്. വീണ ജോർജ്. വീണ ജോർജിൻ്റെ കഴുത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. കാരണം സ്പൈനൽ കോഡിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾക്ക് തുടർച്ചയായി യാത്ര ചെയ്യാൻ പറ്റില്ലെന്നും അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് മന്ത്രി ഈ നാടകങ്ങളൊക്കെ ഒഴിവാക്കി ഈ പറഞ്ഞ അലൻ എവിടെ ഉണ്ടെന്ന് കൂടി പറയണം. പിന്നെ ഒരു കാര്യം കൂടി, അലൻ്റെ ജനിക്കാതെ പോയി കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി വനിതാ ശിശു വകുപ്പ് മന്ത്രിക്ക് ഉണ്ടായിരുന്നു. അതും അങ്ങ് ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഓരോ ദിവസം കഴിയും തോറും മന്ത്രി വീണ ജോർജിൻ്റെ ജനസമ്മതി കുറഞ്ഞു വരുന്നു. അതിനകത്തൊരു പൊൻതൂവൽ കൂടി ഈ പറഞ്ഞ അലൻ പ്രശ്നം മുമ്പോട്ട് വെക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. സ്വന്തം തന്നേക്കാൾ 5 വയസ്സിന് മേൽ പ്രായമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ലൈംഗിക വീഴ്ച എന്നൊരൊറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്ത്, ആ വിവാഹിതയാണെന്ന് അറിയാവുന്നൊരു സ്ത്രീയെ ഈ ഒരൊറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്ത് പോയി പ്രാപിച്ച ഒരു വ്യക്തിയും ക്രൂരമായ ബലാത്സംഗത്തിന് ആ സ്ത്രീ വിധേയായിട്ടുണ്ടെന്നുമാണ് പുറത്തു വരുന്ന വാർത്ത. നന്ദി, നമസ്കാരം.